ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഫയർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കും, കാരണം ഇവർ ഈ ഒരു ഫയർ എനർജിയിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങളോട്ട് സംസാരിക്കുവാൻ, നിങ്ങളെ കാണുവാൻ അങ്ങനെയുള്ള ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇവർക്ക്. ഇവിടെ ഫയർ എനർജി യൂണിയൻ്റെ വൈബ്രേഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി മിക്സ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആർക്കൊക്കെയാണ് ഇതുവരെ ഈ മെസ്സേജോ കോൾസോ റിസീവ് ആകാത്തത്, അവർ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ കോൾ ചെയ്തു, അവരുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷമായി സംസാരിക്കുകയാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക. കൂടാതെ ആ ഒരു കാര്യം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ തേർഡ് ഐയിൽ ഒരു മൂവി ചെയ്യും പോലെ വിഷ്വലൈസേഷൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോൾ വരുന്നതായിട്ട് നിങ്ങൾ പോയി ചെന്ന് എടുത്ത് നോക്കുമ്പോൾ പേഴ്സൺ അവരുടെ ഫോൺ നമ്പർ പെട്ടെന്ന് നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ, ബ്ലോക്കേജ്, അതൊക്കെ ഹീലാകുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമോഷണലി ദുഃഖത്തിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആരാണോ ഇവർക്ക് ദുഃഖം കൊടുത്തുകൊണ്ടിരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് പുറത്തു വരുവാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി കാർമിക് ട്രിഗേഴ്സ് കിട്ടുന്നുണ്ട്. ഇവർ ആ ഒരു കാർമിക് ട്രിഗേഴ്സിനെ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചലഞ്ചേഴ്സിനെ എല്ലാം ഫേസ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒബ്സസീവായിട്ടുള്ള എനർജിയിലാണുള്ളത്. പാഷനേറ്റീവാണ് ഇവർ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ ഫയർ എനർജി വളരെ സ്ട്രോങ് ആണ് എന്ന്. അപ്പോൾ അതേപോലത്തെ ആ ഒരു ഒബ്സസീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ ഇവർക്കൊരു ഫീലിംഗ് തോന്നുന്നു നിങ്ങളോട്, അതായത് നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നുള്ള ഫീലിംഗ് തോന്നുന്നു. ഇവിടെ പെർമനൻ്റ്ലി നിങ്ങളുമായിട്ട് യൂണിയനിൽ വരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ടെമ്പററി ആയിട്ട് ഒരിക്കലും നിങ്ങളുമായിട്ട് യൂണിയനിൽ വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നില്ല. കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഹെർമിറ്റിൻ്റെ ആ ഒരു എനർജി പറയുന്നത് ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അതായത് കോളോ മെസ്സേജോ ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സൈലൻസ് സോണിലിരിക്കുവാൻ കാരണം ഇവർ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഈ ഒരു പ്ലാൻ ഇവർ നടപ്പിലാക്കാൻ. അതിനു വേണ്ടിയാണ് ഇവർ ഇപ്പോൾ സൈലൻസ് സോണിലിരിക്കുന്നത്. ഫസ്റ്റ് ഇവർ തേർഡ് പാർട്ടിയെ എൻഡാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവരുടെ ലൈഫിലെ സ്റ്റക്ക് സിറ്റുവേഷൻ എന്താണോ അതിനെയെല്ലാം എൻഡാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കാര്യം ചെയ്തിട്ട് മാത്രമേ ഇവർ നിങ്ങളുടെ ലൈഫിൽ വരുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു. സോളിഡായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തരുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്റ്റാൻഡ് എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു കണക്ഷന് വേണ്ടിയും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ എന്ത് വിഷാണോ അത് പൂർണ്ണമായില്ല എങ്കിൽ അതുവരെ ഇവർ ദുഃഖത്തിലിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ വിഷെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക, നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുക, അതാണ് ഇവരുടെ ആഗ്രഹം. എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കുന്നത്, എപ്പോഴാണോ കാര്യങ്ങളെല്ലാം ബാലൻസ് ഔട്ട് ആകുന്നത്, അതുവരെ ഇവർ ഭയങ്കര ദുഃഖത്തിലായിരിക്കും. കാരണം ഇവർക്ക് ആ ഒരു കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങളുമായിട്ട് യൂണിയനിലാവാൻ പറ്റത്തുള്ളൂ. അതുവരെ നിങ്ങളുടെ പേഴ്സൺ പെയിൻഫുള്ളായിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതാണ്. ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ. ഇപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ്. ഈ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. 1 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ്.
ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫുൾ ആറ്റിറ്റ്യൂഡിലാണുള്ളത്, ഇവർ ഈഗോയിലുമാണുള്ളത്. അപ്പോൾ ഇവർ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് വളരെ ഈഗോയിലും ആറ്റിറ്റ്യൂഡിലും എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. അതായത് അതോറിറ്റിക്കായിട്ടുള്ള തീരുമാനം, എൻ്റെ ഡിസിഷൻ ഞാൻ പറഞ്ഞു, ഇതിൽ എനിക്കൊരു മാറ്റവുമില്ല എന്നുള്ള രീതിയിൽ ഇവർ ഒരു തീരുമാനം പറയും. അത് മറ്റുള്ളവർ അംഗീകരിക്കണം, അത് അവർ കേൾക്കണം എന്നുള്ള രീതിയിലുള്ള തീരുമാനമായിരിക്കും. ഇങ്ങനൊരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇവർ കുറേ നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുവാൻ വേണ്ടി. ഇനി അപ്പോൾ വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും ഇവർ ഈ രീതിയിലുള്ള ഒരു ഡിസിഷൻ, അതോറിറ്റിക്കായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അത് വളരെ സോളിഡ് ആയിട്ടുള്ള തീരുമാനമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇവർ ഈ ഒരു തീരുമാനം എടുക്കുന്നതും. അപ്പോൾ കുറേ ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് മെസ്സേജും കോൾസും റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുറേ നാളായിട്ട് സെപ്പറേഷനിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇവിടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ടും ക്ലാരിറ്റി കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കുറേ ആൾക്കാരുടെ ത്രോട്ട് ചക്രയും സോളാർ പ്ലെക്സിസ് ചക്രയും ബ്ലോക്കേജസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഹീലാക്കാനുള്ള മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് കുറേ നാളായിട്ട് എന്ത് ഫീലിങ്സ് ആണോ ഹൈഡാക്കി വച്ചിരുന്നത് അത് ഇനി എക്സ്പ്രസ് ചെയ്യുന്നതാണ് നിങ്ങളോട്. കുറേ ആൾക്കാരുടെ സൈക്കിൾ ചക്ര ഹീലായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഹീലായവർക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നതാണ്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് കിട്ടുവാൻ പോവുകയാണ് അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. ആരുടെയൊക്കെ സൈക്കിൾ ചക്രയാണോ ഹീലായിട്ടുള്ളത് അവർക്കൊക്കെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. അതായത് മാരേജ് കമ്മിറ്റ്മെൻറ്റ്, യൂണിയൻ കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഉള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അതായത് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് കിട്ടും. കുറേ ആൾക്കാരുടെ വലിയ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സൈക്കിൾ ചക്ര ഹീലാക്കാനുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് വമ്മാണ് അതിൻ്റെ ആ ഒരു മന്ത്രം. വം എന്ന് പറഞ്ഞ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സൈക്കിൾ ചക്ര ഹീലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കുറേ ആൾക്കാരുടെ പാസ്റ്റിലെ ആൾക്കാർ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്ക് അവരെയൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു, പക്ഷേ ഫ്യൂച്ചറിൽ അവർ നിങ്ങൾക്ക് പ്രഷ്യസ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ മാറ്റുന്നു. വരാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ ഇങ്ങനെയാണ്, പ്രസൻറ്റ് മൂമെൻറ്റിൽ അവർ എൻജോയ് ചെയ്യുന്നില്ല, പ്രസൻറ്റ് മൂമെൻറ്റിലും അവർ ദുഃഖത്തിലിരിക്കുകയാണ്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് മൂമെൻറ്റിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ എപ്പോഴും പാസ്റ്റിൽ നിന്ന് പുറത്ത് വരണം. എത്രത്തോളം നിങ്ങൾ പാസ്റ്റിലിരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം മോശമാക്കുകയാണ്. നിങ്ങൾ പാസ്റ്റിൽ നിന്ന് പുറത്ത് വന്ന് പ്രസൻറ്റിൽ ജീവിക്കുവാൻ ശ്രമിക്കുക. കുറേ ആൾക്കാരുടെ ലൈഫിൽ സക്സസ്സിൻ്റെ ആ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സക്സസ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക. ഈ സമയം നിങ്ങൾ ഒരിക്കലും മടിപിടിച്ചിരിക്കരുത്. ആ ഒരു ശരിയായ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് ലക്കിന് അത് നല്ലതായിട്ട് വരികയും നമുക്ക് അതിലൂടെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങളുടെ ലവ് ലൈഫിലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നതാണ്. എന്തോ ഒരു കാര്യം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഈ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.